കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ലില്ലിപ്പൂച്ചയും കിച്ചുവേലിയും നല്ല കൂട്ടുകാരാണ്. ഒരു ദിവസം അവർ നടന്നു വരികയായിരുന്നു. ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. ലില്ലിപ്പൂച്ച അവിടെ നിന്നു. കൂടെ കിച്ചുവും നിന്നു. കോഴിയമ്മയുടെ വീട്ടിൽ നിന്നാണല്ലോ നല്ല മണം വരുന്നുല്ലേ? ഹായ്, നല്ല നെയ്യപ്പത്തിന്റെ മണം. അവർ കോഴിയമ്മയുടെ വീട്ടിലേക്ക് പതുക്കെ ചെന്നു. നമുക്ക് കോഴിയമ്മയോട് കുറച്ച് നെയ്യപ്പം ചോദിച്ചാലോ? അതൊന്നും വേണ്ടല്ലോ, നെയ്യപ്പം തട്ടിയെടുക്കാനുള്ള വഴി എനിക്കറിയാം. എന്നോടാ കളി. അമ്പമ്പട പുളുസു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലില്ലിപ്പൂച്ച നേരെ കോഴിയമ്മയുടെ വീടിന്റെ പിന്നിൽ അടുക്കള ഭാഗത്തേക്ക് ഓടിപ്പോയി. കിച്ചുവേലി വീടിന്റെ മുൻഭാഗത്തേക്ക് ചെന്നു. ഉറക്കെ കോഴിയമ്മയെ വിളിച്ചു. ഉടൻ തന്നെ കോഴിയമ്മ വാതിൽ തുറന്നു. അതിനെന്താ കുട്ടാ, നെയ്യപ്പം തരാലോ. കോഴിയമ്മ അകത്തേക്ക് ചെന്ന് കിച്ചുവിന് നെയ്യപ്പം കൊടുത്തു. കൂട്ടുകാരി എവിടെ? കോഴിയമ്മ ചോദിച്ചു. ലില്ലിപ്പൂച്ച ഈ സമയം സൂത്രത്തിൽ നെയ്യപ്പം തട്ടിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്നോ? പതുക്കെ ചെന്ന് വീടിന് മുകളിൽ കയറി അടുക്കളയുടെ ചിമ്മിണിയുടെ ഉള്ളിൽ കൂടി അടുക്കളയിലേക്ക് ഇറങ്ങാൻ നോക്കി. നല്ല പുക വരുന്നുണ്ട്. പക്ഷേ ചിമ്മിണിയിൽ കയറിയതും പുക കൊണ്ട് ലില്ലിപ്പൂച്ചയ്ക്ക് ശ്വാസം മുട്ടി. അവൾ താഴെടുക്കുന്നു. ഒറ്റ വീഴ്ച. നേരെ വീണത് എവിടേക്കാണെന്നോ? അടുപ്പിലെ ചാരത്തിലേക്ക്. എന്തോ വീഴുന്ന ശബ്ദം കേട്ട് കോഴിയമ്മയും കിച്ചുവേലിയും അടുക്കളയിലേക്ക് ഓടിയെത്തി. കരിപുരണ്ട് അടുപ്പിൽ കിടക്കുന്ന ലില്ലിപ്പൂച്ചയെ കണ്ട് കോഴിയമ്മ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു? വെറുതെ അടുപ്പിൽ ചാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നാളെക്കിടായിപ്പോയി. വെറുതെ ഒന്നും വേണ്ടായിരുന്നു. കള്ളത്തരം കാണിച്ചതാ കുഴപ്പമായത്. ലില്ലിപ്പൂച്ച നാണിച്ചു തല താഴ്ത്തി. പിന്നീട് കോഴിയമ്മ രണ്ടുപേർക്കും വയറ് നിറയെ നെയ്യപ്പം കൊടുത്തു. അങ്ങനെ അവരുടെ കൊതിയും മാറി. കൂട്ടുകാരെ, കള്ളത്തരത്തിലൂടെ ഒന്നും നേടിയെടുക്കാൻ ശ്രമിക്കരുത് കേട്ടോ. അത് വലിയ നാണക്കേടുണ്ടാക്കും എന്നോർക്കണേ. Hello friends, if you like our videos, please subscribe to our channel.